സാപ്പിയൻസ് അക്കാദമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഫ്ലൂയിഡ് മെക്കാനിക്സിലെ എം സി ക്യു ആണ് നമ്മൾ ഡിസ്കസ് ചെയ്ത് പോകുന്നത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ 6-7 ക്ലാസ്സുകളായിട്ട് നമ്മൾ ഒരുപാട് എം സി ക്യൂസ് നമ്മൾ ഡിസ്കസ് ചെയ്ത് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഓരോ എം സി ക്യൂസ് നമ്മൾ അതിൻ്റെ കോൺസെപ്റ്റും കൂടി, അല്ലെങ്കിൽ ഓരോ ഓപ്ഷൻസിലെയും കോൺസെപ്റ്റും കൂടി പറഞ്ഞിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്ത് പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഏകദേശം ഒരു 40ഓളം ക്വസ്റ്റ്യൻസ് പറഞ്ഞു വെച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ കാണാത്ത ആൾക്കാർ പ്രീവിയസ് ക്ലാസ്സുകൾ കണ്ടതിന് ശേഷം മാത്രം ഓരോ ക്ലാസ്സുകളും മുന്നോട്ടുള്ള ഓരോ ക്ലാസ്സുകൾ നിങ്ങൾ കാണാം. ഓക്കെ, അപ്പോൾ ഓരോ ക്ലാസ്സുകളും ഓരോ ടോപ്പിക് വൈസുള്ള കണ്ടിന്യൂഷനാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരിക്കും ഈ 39th ക്വസ്റ്റ്യൻ ആയിരിക്കും നമുക്കതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് വരുന്ന 40ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, ഒരു ഡയറക്റ്റ് ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ നമുക്ക് പല ആളുകൾക്കും അതിൻ്റെ ആൻസർ കിട്ടിയിട്ടുണ്ടായിരിക്കും. അതായത് റെയിൻ ഡ്രോപ്സ് ആർ സ്ഫെറിക്കൽ ബിക്കോസ് ഓഫ്. അപ്പോൾ നമ്മളതിൻ്റെ ആ ഒരു ടോപ്പിക്ക് പഠിക്കുമ്പോൾ നമ്മൾ വിസ്കോസിറ്റിയും അതുപോലെ തന്നെ സർഫസ് ടെൻഷനൊക്കെ നമ്മൾ പഠിക്കുന്ന സമയത്ത് കൃത്യമായിട്ട് ആ ഒരു ടോപ്പിക്കിൽ പറഞ്ഞാണ് നമ്മൾ സർഫസ് ടെൻഷൻ ആണ് നമ്മുടെ റെയിൻ ഡ്രോപ്പിന് കാരണമായിട്ടുള്ള ഒരു പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ. ഓക്കെ, നമുക്കറിയാം സർഫസ് ടെൻഷൻ എന്ന് പറഞ്ഞാൽ ടെൻഷൻ ഓൺ ദ സർഫസ് ആണ്. ടെൻഷൻ ഓൺ ദ സർഫസിനാണ് നമ്മൾ സർഫസ് ടെൻഷൻ എന്ന് പറയാം. ഓക്കെ, ഒരു ഇലാസ്റ്റിക് മെംബ്രെയിനായിട്ട് ഒരു ഫോം ചെയ്യുന്ന ആ ഒരു പ്രോപ്പർട്ടിയാണ് സർഫസ് ടെൻഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതുപോലെ തന്നെ നമുക്കറിയാം റെയിൻ ഡ്രോപ്പ് എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്, അതിൻ്റെ ഷേപ്പ് ഇങ്ങനെ മാക്സിമം എന്ത് ചെയ്യും, സർഫസ് ഏരിയ കുറയ്ക്കാൻ വേണ്ടി ശ്രമിക്കും. അതായത് നമ്മൾ മേലെ നിന്ന് വരുന്ന റെയിൻ ഡ്രോപ്സ് എന്തെങ്കിലും താഴേക്ക് എത്തും തോറും എന്ത് ചെയ്യും, അത് ബബിൾസ് രൂപത്തിൽ അല്ലെങ്കിൽ ഡ്രോപ്പ് രൂപത്തിലേക്ക് മാറുന്നുണ്ട്. കാരണം അവൻ്റെ ആ ഒരു വാട്ടറിൻ്റെ പ്രോപ്പർട്ടി പറഞ്ഞാൽ അതിൻ്റെ സർഫസ് ഏരിയ മാക്സിമം കുറയ്ക്കാൻ വേണ്ടി ശ്രമിക്കും. ഓക്കെ, അപ്പോൾ അങ്ങനെ സർഫസ് ഏരിയ കുറയ്ക്കുന്ന സമയത്ത് അതിൻ്റെ ഒരു ഷേപ്പ് എന്ന് പറയുന്നത് നമുക്കറിയുന്നതാണ്. നമ്മുടെ ഏറ്റവും ഗിവൺ വോളിയത്തിൽ ഏറ്റവും സർഫസ് ഏരിയ കുറവുണ്ടായിരിക്കുക നമ്മുടെ ഇതിനായിരിക്കും, അല്ലേ, സ്ഫിയറിനായിരിക്കും ഉണ്ടായിരിക്കുക. സോ അതാണത് സ്ഫെറിക്കൽ ഷേപ്പിലേക്ക് അത് മാറി വരുന്നത്. അപ്പോൾ അങ്ങനെ മാറി വരാനുള്ള പ്രോപ്പർട്ടിയാണ് നമ്മുടെ ആ ഒരു ഫ്ലൂയിഡിൻ്റെ പ്രോപ്പർട്ടിയാണ് സർഫസ് ടെൻഷൻ എന്ന് പറയുന്നത്. സോ നമ്മളതിൻ്റെ ആൻസറായിട്ട് വരും സർഫസ് ടെൻഷനാണ്. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. 41st ക്വസ്റ്റ്യൻ ഒരു ന്യൂമറിക്കൽ ക്വസ്റ്റ്യനാണ്, നോക്കാം. എ സർട്ടൻ ലിക്വിഡ് റൈസസ് 10 cm ഇൻ എ കാപ്പിലറി ട്യൂബ് ദാറ്റ് ഹാസ് എ റേഡിയസ് ഈക്വൽ ടു 4 mm. ടു വാട്ട് ഹൈറ്റ് വിൽ ബി സെയിം ലിക്വിഡ് റൈസ് ഇൻ അനദർ ട്യൂബ് ഓഫ് സെയിം മെറ്റീരിയൽ ബട്ട് വിത്ത് ഹാഫ് ദ ഒറിജിനൽ റേഡിയസ്. ഓക്കെ, അപ്പോൾ എളുപ്പമുള്ളൊരു ക്വസ്റ്റ്യനാണ്. അപ്പോൾ പലർക്കും അതിൻ്റെ ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ എങ്ങനെയാണ് സോൾവ് ചെയ്യാന്നുള്ള സൊല്യൂഷൻ പല ആളുകൾക്കും ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടായിരിക്കും. നമ്മൾ തിയറി ക്ലാസ്സിൽ പഠിച്ച പോലെ തന്നെ നോക്കാം. നമ്മൾ ആദ്യം ക്വസ്റ്റ്യൻ്റെ മീനിങ് എന്താ നോക്കാം. അതായത് ഒരു സെർട്ടൻ ലിക്വിഡ് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു കാപ്പിലറി ട്യൂബിനകത്ത് 10 cm റൈസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നോക്കാം, 10 cm റൈസ് ചെയ്യുന്നുണ്ട്. ദാറ്റ് ഹാസ് എ റേഡിയസ് ഈക്വൽ ടു 4 mm. അപ്പോൾ ആ കാപ്പിലറി ട്യൂബിൻ്റെ ഡയമീറ്ററും പിന്നെ ആ ഒരു ലിക്വിഡ് റൈസ് ചെയ്യുന്ന കാര്യം നമ്മൾ കൃത്യമായിട്ട് 4 mm അതുപോലെ 10 cm തന്നിട്ടുണ്ട്. ഇനി ക്വസ്റ്റ്യൻ്റെ ബാക്കി എന്ന് പറഞ്ഞാൽ ഇതാണ്, ടു വാട്ട് ഹൈറ്റ് വിൽ ബി സെയിം ലിക്വിഡ് എന്ത് ചെയ്യണം, സെയിം ലിക്വിഡ് റൈസ് ഇൻ അനദർ ട്യൂബ്. അപ്പോൾ മറ്റൊരു ട്യൂബിൽ സെയിം ലിക്വിഡ് റൈസ് ചെയ്യുന്നു, സെയിം മെറ്റീരിയലുള്ള സെയിം ട്യൂബിൽ റൈസ് ചെയ്യുന്ന സമയത്ത് അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം ബട്ട് വിത്ത് ഹാഫ് ദ ഒറിജിനൽ റേഡിയസ് ആണ്. അതായത് ആദ്യം ഉണ്ടായിരുന്ന റേഡിയസ് 4 mm ആണെങ്കിൽ അതിൻ്റെ പകുതി പറഞ്ഞാൽ 2 mm റേഡിയസ് ആയിരിക്കുന്ന സമയത്ത് സെയിം മെറ്റീരിയൽ കൊണ്ടുള്ള സെയിം ട്യൂബിൽ എത്രത്തോളം ഹൈറ്റിലേക്കായിരിക്കും ആ ലിക്വിഡ് റൈസ് ചെയ്യാനാണ് നമ്മുടെ ക്വസ്റ്റ്യൻ ചോദിച്ചുള്ളത്. ഓക്കെ, അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ്റെ മീനിങ്. അപ്പോൾ എളുപ്പമുള്ളൊരു ക്വസ്റ്റ്യനാണ്, പല ആൾക്ക് അതിന് ആൻസർ കിട്ടിയിട്ടുണ്ടായിരിക്കും. അതായത് അതിൻ്റെ കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞ പോലെ ഒരു ട്യൂബുണ്ട്. ഓക്കെ, ആ ട്യൂബിൻ്റെ ഡയമെൻഷൻ പറഞ്ഞിട്ടുണ്ട്. അതായത് റേഡിയസ് ആണ് പറഞ്ഞത്. ഒരു സിലിണ്ടറിക്കൽ ഷേപ്പിൽ ട്യൂബാണെങ്കിൽ നമുക്കതിൻ്റെ റേഡിയസ് എന്ന് പറയുമ്പോൾ, അതായത് സിലിണ്ടറിക്കൽ ഷേപ്പാണെങ്കിൽ നമുക്കതിൻ്റെ റേഡിയസ് എന്നുള്ളത് എത്രയാണ്, 2 അല്ലേ, 2 mm 4 mm, സോറി 4 mm ആണ് അല്ലേ, 4 mm ആണ്. ഒരു ലിക്വിഡ് എന്ത് ചെയ്യുന്നു, ആ ഒരു ട്യൂബിനകത്ത് റൈസ് ചെയ്യുന്ന ഹൈറ്റ് ക്വസ്റ്റ്യൻ പറയുന്നത് എത്രയാണ്, 10 cm ആണ് അല്ലേ. ഈ ലിക്വിഡ് ഉണ്ട്, ഈ ലിക്വിഡ് എന്ത് ചെയ്യുന്നു, 10 cm റൈസ് ചെയ്യുന്നു പറയുന്നു. അപ്പോൾ നമുക്കിവിടെ ജസ്റ്റ് ഇതിനെ കാണിക്കാം. കോൺസെപ്റ്റ് മനസ്സിലാക്കാൻ അത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്, ഒരാൾക്ക് അതിൻ്റെ ആൻസർ കിട്ടിയിട്ടുണ്ടായിരിക്കും. പറയുന്നവർ ഒന്നും കൂടി ഈ ഒരു ഭാഗം തറാക്കി എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെക്കുക. 10 cm ആണ് റൈസ് ചെയ്യുന്നത്. നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഈ സെയിം ട്യൂബ് തന്നെ, സെയിം ട്യൂബ് എന്ന് പറയുമ്പോൾ സെയിം ഡയമെൻഷനിലുള്ള, സെയിം മെറ്റീരിയൽ കൊണ്ടുള്ള അല്ലെങ്കിൽ സെയിം ഗ്ലാസ് കൊണ്ടുള്ള ട്യൂബ് പറഞ്ഞ പോലെ
ഒരു ട്യൂബാണെങ്കിൽ, സെയിം ഗ്ലാസ് കൊണ്ടുള്ള സെയിം ട്യൂബാണെങ്കിൽ, പക്ഷേ വ്യത്യാസം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഡയമീറ്റർ നേർ പകുതിയാണ് അല്ലേ. ആദ്യം പറഞ്ഞതിനേക്കാളും റേഡിയസ് നേർ പകുതിയാണ്. അതായത് അതിൻ്റെ റേഡിയസ് 4 mm ആണെങ്കിൽ ഇതിൻ്റെ റേഡിയസ് എത്രയായിരിക്കും? 2 mm ആയിരിക്കും ഇതിൻ്റെ റേഡിയസ് വരിക. ഓക്കെ, ഇതും സെയിം നമ്മുടെ ട്യൂബ് തന്നെ, സെയിം നമ്മൾ ആദ്യം പറഞ്ഞ ട്യൂബിൻ്റെ സെയിം മെറ്റീരിയലിനെയാണ്, പക്ഷേ ഡയമെൻഷനിൽ മാത്രം എന്ത് ചെയ്യുന്നുണ്ട് വ്യത്യാസം. അതായത് നമുക്ക് വേണമെങ്കിൽ R2 എന്ന് വിളിക്കാം. ഇതിന് ഇത് R1 ആണെങ്കിൽ ഇത് R2 നമുക്ക് എന്ത് ചെയ്യാം? 2 mm എന്ന് പറയാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതിൽ എത്രത്തോളം ഹൈറ്റിലേക്കായിരിക്കും ആ സെയിം ലിക്വിഡ് റൈസ് ചെയ്യാനാണ്. ഓക്കെ, ഇപ്പോൾ നമുക്ക് ആലോചിച്ചാൽ മനസ്സിലാവും. എന്തായാലും എന്ത് ചെയ്യും? നമുക്ക് ഹെഡ് കൂടുകയാണ് ചെയ്യുക. കാരണം ഡയമീറ്റർ അല്ലെങ്കിൽ റേഡിയസ് കുറയുമ്പോൾ എന്ത് ചെയ്യും? അത്രയും ഹെഡ് കൂടാനായിരിക്കും ചാൻസ് ഉണ്ടായിരിക്കും. ഇപ്പോൾ അതറിയില്ലെങ്കിൽ പ്രശ്നമില്ല. എന്ത് ചെയ്യാം? കൂടോ കുറയോ എന്നുള്ളത് നമുക്കറിയില്ലെങ്കിൽ എന്ത് ചെയ്യാം? ജസ്റ്റ് വ്യത്യാസം ഉണ്ടാകുന്ന കാര്യം നമ്മൾ മനസ്സിലാക്കുക. ഇനി എങ്ങനെയാണ് വ്യത്യാസം, അല്ലെങ്കിൽ ഏത് രീതിയിലാണ് പ്രൊപ്പോർഷണലായിട്ടും വ്യത്യാസം ഉണ്ടാകുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മളിതിൽ തിയറിയിൽ ഓൾറെഡി പഠിച്ചിട്ടുണ്ടായിരിക്കും. നമ്മളൊരു ഇക്വേഷൻ പറയുന്നുണ്ട് അല്ലേ. കാപ്പിലറി റൈസ് അല്ലെങ്കിൽ കാപ്പിലറി ഫാൾ കാണാനുള്ള ഇക്വേഷനാണ് 4 സിഗ്മ കോസ് തീറ്റ ബൈ റോ ജി ഡി അല്ലേ. 4 സിഗ്മ കോസ് തീറ്റ ബൈ റോ ജി ഡി ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ തിയറിയിൽ ഓൾറെഡി വ്യക്തമായിട്ടും പഠിച്ചൊരു കാര്യമായിരിക്കും. ഓക്കെ, നമുക്ക് ഈ ഇക്വേഷൻ വെച്ച് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഈ പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റും. അതായത് ഇക്വേഷനിലെ എല്ലാ ടേമും നമുക്ക് വേണ്ട ആവശ്യമില്ല. നമുക്ക് എന്ത് ചെയ്യാം? ആവശ്യമായ ടേമുകൾ മാത്രം നമ്മൾ എടുക്കുക. അതായത് ഒരു കാര്യം നോക്കിയാൽ നമുക്ക് ഈ ഒരു കേസിൽ നമുക്ക് കാപ്പിലറി റൈസിൻ്റെ എച്ചും അതുപോലെ തന്നെ റേഡിയസ് ആറും നമുക്ക് മാത്രമേ, ഈ രണ്ട് കാര്യം മാത്രമേ നമുക്ക് അറിയുള്ളൂ. അപ്പോൾ എന്ത് ചെയ്താൽ മതി? ആ എച്ചും അതുപോലെ തന്നെ ക്വസ്റ്റ്യനിലുള്ള ഡയമീറ്റർ അല്ലെങ്കിൽ റേഡിയസ് അല്ലേ, ഡയമീറ്റർ പറഞ്ഞാൽ റേഡിയസിൻ്റെ ഡബിൾ ആയിരിക്കും. അപ്പം നമുക്ക് ഈ എച്ചും ഡിയും തമ്മിലുള്ള റിലേഷൻ എടുത്താൽ മതി. കാരണം 4 സിഗ്മ കോസ് തീറ്റ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, സിഗ്മ എന്ന് പറയുമ്പോൾ സർഫസ് ടെൻഷനാണ്. സോ രണ്ടും സെയിം ലിക്വിഡ് ആകുമ്പോൾ എന്താണ്? രണ്ടിനും സർഫസ് ടെൻഷൻ സെയിം ആണെന്ന് നമുക്ക് എന്ത് ചെയ്യാം? ഇത് എടുക്കേണ്ട ആവശ്യമില്ല. ഇക്വേഷനിൽ 4 എടുക്കേണ്ട ആവശ്യമില്ല. കോസ് തീറ്റ പറയുമ്പോൾ കോസ് ആംഗിളാണ്, അതായത് ആ ഒരു കോണ്ടാക്റ്റ് ആംഗിളാണ്. അപ്പോൾ രണ്ടും സെയിം ലിക്വിഡ് ആകുമ്പോൾ എന്താണ്? അതും സെയിം ലിക്വിഡും അത് നമ്മൾ ഫില്ല് ചെയ്യുന്ന സെയിം കാപ്പിലറി ട്യൂബ് തന്നെയാണ്. അപ്പോൾ സെയിം മെറ്റീരിയൽ കാപ്പിലറി ട്യൂബ് അപ്പോൾ എന്തായിരിക്കും? ആ ആംഗിളും സെയിം ആയിരിക്കും. അത് നമുക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റും. പിന്നെ റോ എന്ന് പറഞ്ഞാൽ സെയിം ലിക്വിഡ് ആകുമ്പോൾ ഡെൻസിറ്റി സെയിം ആണ്. പിന്നെ ജി നമുക്കറിയാം, ജിയും സെയിം ആണ്. സോ നമുക്ക് എന്ത് ചെയ്യാം? ഈ എച്ചും ഡിയും തമ്മിലുള്ള റിലേഷൻ മാത്രം നോക്കുക. അതായത് ഞാൻ പറഞ്ഞത് നമ്മുടെ ഈ ഒരു എച്ച് എന്ന് പറയുമ്പോൾ എച്ച് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഡയമീറ്റർ എന്ന് പറയാൻ പറ്റും. ഓക്കെ, പ്രധാനപ്പെട്ട പോയിൻ്റാണ്. എച്ച് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഡയമീറ്റർ. അങ്ങനെ പറയാൻ കാരണം എന്താണ്? നമ്മുടെ ഇക്വേഷൻ നോക്കിയാൽ മനസ്സിലാവും. എച്ച് ഈക്വൽ ടു 4 സിഗ്മ കോസ് തീറ്റ ബൈ റോ ജി ഡി ആണെങ്കിൽ നമുക്കറിയാം എച്ച് മേലെയും ഡി താഴെയാണ് വരുന്നത്. അതായത് എച്ച് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു അല്ലേ. എച്ച് ഈസ് ഇങ്ങനെ പറയാം, എച്ച് താഴെയാണ് വരുന്നത്, എച്ചും ഡിയും നമ്മുടെ റിലേഷൻ താഴെ മേലെയാണ് വരുന്നത്. സോ എച്ച് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഡയമീറ്റർ എന്ന് പറയാൻ പറ്റും. നമുക്ക് ഈ ഒരു കാര്യം മാത്രം ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാം? ഈ ക്വസ്റ്റ്യനെ നമുക്ക് സോൾവ് ചെയ്യാവുന്നതാണ്. ഓക്കെ, എച്ച് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു 1/d എന്നുള്ള കാര്യം ഉപയോഗിച്ച് നമുക്ക് സോൾവ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഈ കാര്യം മാത്രം നമ്മൾ നോട്ട് ചെയ്ത് വെക്കാം. ഒരു കാര്യം മാത്രം വെച്ച് നമ്മൾ എന്താണ് സോൾവ് ചെയ്യാം? ഈ ക്വസ്റ്റ്യനിൽ പറഞ്ഞ പോലെ നോക്കാം. നമ്മൾ പറഞ്ഞു എച്ച് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഡയമീറ്റർ ആണ്. അതായത് നമുക്ക് ഇക്വേഷൻ വേണം അങ്ങനെ പറയാം. നമുക്ക് എന്ത് ചെയ്യാം? H1ഉം H2 അതുപോലെ D1ഉം D2ഉം പറയുകയാണെങ്കിൽ നമുക്ക് H1 D1 ഈക്വൽ ടു എന്ന് പറയാം, H2 D2 എന്ന് പറയാം അല്ലേ. H1 D1 ഈക്വൽ ടു നമുക്ക് H2 D2 എന്ന് പറയാം. ഇതിലിപ്പോൾ H1 എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? H1 നമുക്ക് 10 സെൻറ്റിമീറ്റർ റൈസാണ്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് 10 സെൻറ്റിമീറ്റർ ആണ്. D1 എന്ന് പറഞ്ഞാൽ ഫസ്റ്റത്തെ ഡയമീറ്റർ ആണ്. അപ്പോൾ റേഡിയസ് നമുക്ക് 4 mm ആണെങ്കിൽ ഡയമീറ്റർ എത്ര ആയിരിക്കും? അതിന് ഡബിൾ ആവും, 8 mm ആയിരിക്കും. അപ്പോൾ 10 സെൻറ്റിമീറ്റർ അതിനെക്കൊണ്ട് എന്ത് ചെയ്യാം? 8 mm നമ്മൾ മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യാം, സെൻറ്റിമീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യാം. അതായത് 0.8 സെൻറ്റിമീറ്റർ ആവും. ഓക്കെ, ഈക്വൽ ടു H2 ആണ്. H2 നമുക്ക് ക്വസ്റ്റ്യനിൽ കാണാൻ പറഞ്ഞത്. H2 നമുക്കറിയില്ല. H2 എന്താണെന്ന് വെച്ചിട്ട് നമ്മൾ ഫൈൻഡ് ചെയ്യണം. ഇൻറ്റു D2 എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു ഡയമീറ്റർ നേരെ പകുതിയാവും അല്ലേ, ഹാഫ് ദ ഡയമീറ്റർ. ഒറിജിനൽ റേഡിയസ് എന്ന് പറയുമ്പോൾ ആദ്യം ഉണ്ടായിരുന്ന 4 mm ആണെങ്കിൽ പിന്നെ 2 mm ആയിരിക്കും റേഡിയസ്, അതായത് ഡയമീറ്റർ 4 mm ആയിരിക്കും, അതായത് 0.4 സെൻറ്റിമീറ്റർ.
എന്ത് ചെയ്യാം നമുക്ക് ഈസി ആയിട്ട് H2 എന്ത് ചെയ്യാം ഈസി ആയിട്ട് കാണാൻ പറ്റും. 10 ഇൻറ്റു 0.8 ഡിവൈഡ് ബൈ 0.4 വരും. 2 ക്യാൻസൽ ആയതിൽ ഇവിടെ 2 വരും. 10 ഇൻറ്റു 2 നമുക്ക് ആൻസർ 20 കിട്ടും. ഓക്കെ, 20 സെൻറ്റിമീറ്റർ ആൻസർ കിട്ടും. അതായത് ഓപ്ഷൻ സി ആയിട്ടുള്ള 20 സെൻറ്റിമീറ്ററാണ് നമ്മുടെ ആൻസർ ആയിട്ട്. അതായത് ശ്രദ്ധിക്കേണ്ട കാര്യം നമുക്ക് ഈ ഒരു റിലേഷൻ മാത്രം നമ്മൾ എടുത്താൽ മതി. 4 സിഗ്മ കോസ് തീറ്റ ബൈ റോ ജി എന്നുള്ള H എന്ന് പറഞ്ഞാൽ കാപ്പിലറി റൈസ് അല്ലെങ്കിൽ ഫോൾ ആണ്. H 4 സിഗ്മ കോസ് തീറ്റ ബൈ റോ ജി ലൊക്കേഷൻ എന്ത് ചെയ്യാം, ആ ഒരു റിലേഷൻ മാത്രം യൂസ് ചെയ്ത് നമുക്ക് ചെയ്യാം. H ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഡി ആണെന്ന് മനസ്സിലാക്കി നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതൊന്നും നമ്മൾ എഴുതി ചെയ്യണമെന്ന് ആവശ്യമില്ല. നമ്മൾ എക്സാം ടൈമിൽ എന്ത് ചെയ്യണം, ഒന്നും എഴുതി ഉണ്ടാക്കേണ്ട ആവശ്യമില്ല അല്ലേ. ഇതൊക്കെ നമ്മുടെ മനസ്സിൽ എന്ത് ചെയ്യണം, ഇൻവേഴ്സ്ലി നമ്മൾ മനസ്സിലാക്കിയാൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഡയറക്റ്റ്ലി ആൻസറിലേക്ക് എത്താൻ പറ്റും. കാരണം 4 mm ആകുമ്പോൾ 10 സെൻറ്റിമീറ്റർ, നേരെ പകുതിയിട്ട് എന്താവും ഹാഫ് ദ ടൈം റേഡിയസ് എന്ന് പറയുമ്പോൾ നമുക്ക് ആലോചിച്ച് മനസ്സിലാവും 4 mm 2 mm ആണ് അല്ലേ. അപ്പോൾ എന്താവും 4 mm 10 ആകുമ്പോൾ എന്തായിരിക്കും, 2 mm ആകുമ്പോൾ അതിന് നേരെ ഡബിൾ ആവും അല്ലേ. ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആയത് 2 mm ആകുമ്പോൾ 20 ആവും. അപ്പോൾ ഇത്രയും ചെയ്തൊക്കെ എന്തിനാണ്, അത് നമ്മൾ പഠിക്കുന്ന സമയത്ത് ഇതാണ് അതിൻ്റെ കോൺസെപ്റ്റ് എന്ന് മനസ്സിലാക്കാണ് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത്. അതിന് മുന്നേ ഇക്വേഷൻ വെച്ചും ഫിഗർ വരച്ചും ഒക്കെ പറഞ്ഞത് എന്തിനാണ്, കറക്റ്റ് ആ കോൺസെപ്റ്റ് എന്താണെന്ന് മനസ്സിലാക്കാനാണ്. അതൊന്നും നമ്മൾ എക്സാം ടൈമിൽ നമ്മളൊന്നും നമ്മൾ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പോകേണ്ട ആവശ്യമില്ല. നമ്മൾ സ്പോണ്ടേനിയസ് ആയിട്ട് നമ്മുടെ മനസ്സിൽ നിന്ന് ഇങ്ങനെ ചെയ്യാനുള്ള ഒരു ഐഡിയ കിട്ടും. അപ്പോൾ ഇതുപോലത്തെ ഓൾറെഡി നിങ്ങൾ ക്വസ്റ്റ്യൻസ് ചെയ്ത് ശീലമുണ്ടാകുമ്പോൾ എന്തായിരിക്കും, നമുക്ക് ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ ഇങ്ങനെയാണ് വർക്കൗട്ട് ചെയ്യാനുള്ള ഒരു ഐഡിയ കിട്ടും. പെട്ടെന്ന് നമുക്ക് എന്ത് ചെയ്യാം, സമയം ലാഭിച്ചിട്ട് എന്തെങ്കിലും ലാഭിക്കാൻ പറ്റും. ഒരു മാക്സിമം ഈ ക്വസ്റ്റിനെ നമുക്ക് വായിച്ച് കഴിഞ്ഞാൽ മാക്സിമം ഒരു 30 സെക്കൻഡ് കൊണ്ട് എന്ത് ചെയ്യാം, നമുക്ക് ഇതിന് ആൻസർ കണ്ടെത്താൻ പറ്റും. ഓക്കെ, നമ്മൾ ഈ കാൽക്കുലേഷൻ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, ഞാൻ പറഞ്ഞില്ലേ. കാരണം ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആകുമ്പോൾ 4ന് 10 ആണെങ്കിൽ 2ന് എന്താവും, അതിൻ്റെ ഡബിളാവും, 10ന് ഡബിളാവും 20. കാരണം H ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു D ആണ് അല്ലേ. H പ്രൊപ്പോർഷണൽ ടു 1/D ആണ്. ഓക്കെ, നമുക്ക് 42nd ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഓക്കെ, ഇനി അടുത്ത് നമ്മുടെ ഫ്ലൂയിഡ് മെക്കാനിക്സ് പഠിക്കുമ്പോൾ നമ്മൾ ഫസ്റ്റ് പഠിച്ചിരിക്കുന്നുണ്ടായിരിക്കും ഫ്ലൂയിഡ് പ്രോപ്പർട്ടീസ് ആയിരിക്കും. പിന്നെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരിക്കാം ഫ്ലൂയിഡിൻ്റെ പ്രഷർ മെഷർമെൻറ്റ്സ് ആണ്. ഓക്കെ, അതിൽ നമുക്ക് വരുന്ന ഇത്രയും കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് അതിൻ്റെ MCQs നമ്മൾ ഡിസ്കസ് ചെയ്ത് പോയി. ഇനി നമുക്ക് അടുത്ത് വരുന്ന ടോപ്പിക്കാണ് നമ്മുടെ ബയൻസി ആൻഡ് ഫ്ലോട്ടേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ തിയറിയിൽ നമ്മൾ ഈ ഒരു ഓർഡർ തന്നെയാണ് നമ്മൾ എന്തെങ്കിലും തിയറിയിൽ നമ്മൾ പഠിക്കുന്നത്. സോ നമുക്ക് ബയൻസി ആൻഡ് ഫ്ലോട്ടേഷൻ എന്ന് പറയുന്ന ടോപ്പിക്കിൽ MCQs ആണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ലെറ്റ്സ് സ്റ്റാർട്ട്. നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. നമ്മൾ 42nd ക്വസ്റ്റ്യൻ നോക്കാം. ദ പോയിൻ്റ് ഇൻ ദ ഇമ്മേഴ്സ്ഡ് ബോഡി ത്രൂ വിച്ച് ദ റിസൾട്ടൻറ്റ് പ്രഷർ ഓഫ് ദ ലിക്വിഡ് മേ ബി ടേക്കൺ ടു ആക്ട് ഈസ് നോൺ ആസ്. ഓക്കെ, എളുപ്പമുള്ളൊരു ക്വസ്റ്റ്യനാണ്. അപ്പം പല ആൾക്കും അതിൻ്റെ ആൻസർ കിട്ടുന്നുണ്ടായിരിക്കും. അതായത് ഒരു ഇമ്മേഴ്സ്ഡ് ബോഡി അല്ലേ, അതായത് ഇപ്പോൾ ഒരു കണ്ടെയ്നർ ആണെങ്കിൽ ആ കണ്ടെയ്നറിനകത്ത് ഇപ്പോൾ ഇത്ര ഹൈറ്റിൽ ഏതെങ്കിലും ലിക്വിഡ് ഉണ്ട്. ഓക്കെ, ഇതൊക്കെ ലിക്വിഡ് ഒരു വാട്ടറാണെന്ന് വിചാരിക്കാം. നമ്മൾ എന്ത് ചെയ്യണം, ആ വാട്ടറിലേക്ക് നമ്മൾ ഒരു ബോഡി നമ്മൾ ഇമ്മേഴ്സ് ചെയ്യണം. ഓക്കെ, വാട്ടറിലേക്ക് നമ്മളൊരു ബോഡി നമ്മൾ ഇമ്മേഴ്സ് ചെയ്യണം. അപ്പം ഇതാണ് ഇമ്മേഴ്സ് ചെയ്ത ബോഡി വിചാരിക്കുക. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ നോക്കാം. ദ പോയിൻ്റ് ഇൻ ദ ഇമ്മേഴ്സ്ഡ് ബോഡി ത്രൂ വിച്ച് ദ റിസൾട്ടൻറ്റ് പ്രഷർ ഓഫ് ദ ലിക്വിഡ് മേ ബി ടേക്കൺ ടു ആക്ട്. അപ്പോൾ റിസൾട്ടൻറ്റ് പ്രഷർ ഓഫ് ദ ലിക്വിഡിൻ്റെ റിസൾട്ടൻറ്റ് പ്രഷർ എവിടേക്കാണ് ആക്ട് ചെയ്യാനാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്കറിയുന്നതാണ്, നമ്മൾ ഈ തിയറിയിൽ കൃത്യമായിട്ട് പഠിച്ചിട്ടുണ്ടായിരിക്കും. അതായത് ഇങ്ങനെ ഇതിനകത്ത് നമ്മൾ ഇമ്മേഴ്സ് ചെയ്തിരുമ്പോൾ നമുക്കറിയാം ആ ഒരു ബോഡിക്കൊരു സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ സെൻറ്റർ ഓഫ് പ്രഷറും ഉണ്ടായിരിക്കും അല്ലേ. അതായത് സെൻറ്റർ ഓഫ് പ്രഷർ എന്ന് പറയുന്നതാണ് ആ മൊത്തം ആ ഒരു ലിക്വിഡ് കാരണം, അതിന് ചുറ്റുള്ള ലിക്വിഡ് കാരണം ആ ബോഡിയുടെ മേലെ ആക്ട് ചെയ്യുന്ന പ്രഷർ ഒരു പ്രത്യേക പോയിന്റിലായിരിക്കും ആക്ട് ചെയ്യുന്നുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ അതിനാണ് നമ്മൾ സെൻറ്റർ ഓഫ് പ്രഷർ എന്ന് പറയാം. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ വന്നത് എന്തായിരിക്കും, ദ പോയിൻ്റ് ഇൻ ദ ഇമ്മേഴ്സ്ഡ് ബോഡി ത്രൂ വിച്ച് ദ റിസൾട്ടൻറ്റ് പ്രഷർ ഓഫ് ദ ലിക്വിഡ് മേ ബി ടേക്കൺ ടു ആക്ട്. ഓക്കെ, അപ്പം ലിക്വിഡിൻ്റെ റിസൾട്ടൻറ്റ് പ്രഷർ എവിടെയായിരിക്കും ആക്ട് ചെയ്യുന്നുണ്ടായിരിക്കുക, ഈ പറഞ്ഞ സെൻറ്റർ ഓഫ് പ്രഷറിലായിരിക്കും എന്ത് ചെയ്യുക, ആ ലിക്വിഡിൻ്റെ പ്രഷർ ആക്ട് ചെയ്യുന്നുണ്ടായിരിക്കും, ലിക്വിഡിൻ്റെ റിസൾട്ടൻറ്റ് പ്രഷർ ആക്ട് ചെയ്യുന്നുണ്ടായിരിക്കും. ഓക്കെ, സെൻറ്റർ ഓഫ് പ്രഷറിലാണ് എന്ത് ചെയ്യുക, ആ ലിക്വിഡിൻ്റെ റിസൾട്ടൻറ്റ് പ്രഷർ ആക്ട് ചെയ്യുന്നുണ്ടായിരിക്കുക. സോ നമ്മുടെ ആൻസർ ഓപ്ഷൻ സി ആണ്, സെൻറ്റർ ഓഫ് പ്രഷർ. ഓക്കെ, അതിൻ്റെയൊക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ്സുകൾ നമ്മൾ ഓൾറെഡി നമ്മൾ ആപ്പിലും ചാനലിലൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾ കണ്ടില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, നിങ്ങൾ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. ഇതുപോലെ കറക്റ്റ് കോൺസെപ്റ്റുകൾ പറഞ്ഞു പോയിട്ടാണ് നമ്മൾ ഓരോ തിയറി ടോപ്പിക് മനസ്സിലാക്കുന്നത്. സോ നിങ്ങൾക്ക് ഒരു തവണ കണ്ടാൽ തന്നെ അത്യാവശ്യം അതിൻ്റെ കോൺസെപ്റ്റ് മനസ്സിലാക്കാനും അതുപോലെ അത് വെച്ച് നോട്ട്സ് പ്രിപ്പയർ ചെയ്താൽ പിന്നെ നമുക്ക് ഒരിക്കലും മറക്കാത്ത വിധത്തിലേക്ക് നമുക്ക് എന്തെങ്കിലും മൈൻഡ് സെറ്റാക്കി വെക്കാനും പറ്റും. ഓക്കെ, നമ്മൾ വെറുതെ
കുറേ തിയറീസ് പറഞ്ഞു പോകുന്നതിന് ഉപരി നമ്മൾ കറക്റ്റായിട്ട് അതിൻ്റെ ഓരോന്നിൻ്റെയും കോൺസെപ്റ്റ് പറഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് പഠിക്കാനും മനസ്സിലാക്കാനും ഓർത്ത് വെക്കാനും എളുപ്പമാണ്. കൺഫ്യൂഷൻ വരാതിരിക്കാനും നമുക്ക് ഹെൽപ്പായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതിൽ സെൻറ്റർ ഓഫ് പ്രഷറാണ് നമ്മുടെ ആൻസർ വരിക. ഓക്കെ, നമുക്കിനി 43rd ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, നമ്മുടെ അടുത്തൊരു ക്വസ്റ്റ്യൻ, ദ സെൻറ്റർ ഓഫ് പ്രഷർ ഓൺ ആൻ ഇമ്മേഴ്സ്ഡ് സർഫസ് ഈസ്. ഓക്കെ, നമ്മൾ ഓരോ ടൈപ്പിൽ നമ്മൾ എക്സാമ്പിൾ പഠിച്ചിട്ടുണ്ട്. അതായത് ഇപ്പോൾ നമ്മൾ ഒരു ഫ്രീ സർഫസ് ഓഫ് ലിക്വിഡ് ഉണ്ടെങ്കിൽ നമ്മളതിൻ്റെ താഴെ പ്ലേറ്റ് വെർട്ടിക്കലായിട്ട് വെക്കുന്ന സമയത്തും ഹൊറിസോണ്ടലായിട്ട് വെക്കുന്ന സമയത്തും അതുപോലെ ഇൻക്ലൈൻഡ് ആയിട്ട് വെക്കുന്ന സമയത്തും അതുപോലെ കേർവ്ഡ് ഷേപ്പ് വെക്കുന്ന സമയത്തൊക്കെ ഉള്ള ഓരോ കേസിലും സെൻറ്റർ ഓഫ് പ്രഷർ കാണാനും അതുപോലെ ഡെപ്ത് ഓഫ് സെൻറ്റർ ഓഫ് പ്രഷർ കാണാനൊക്കെ ഉള്ള കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, ഇതൊരു ഫ്രീ സർഫസ്, ഒരു ലിക്വിഡിൻ്റെ ഫ്രീ സർഫസ് ആവുന്ന സമയത്ത് അതിലേക്ക് നമ്മൾ ഇമ്മേഴ്സ് ചെയ്യുന്ന ഫ്ലാറ്റ് പ്ലേറ്റുകൾ നമ്മൾ പല തരത്തിൽ വെക്കുന്ന സമയത്തില്ല, ഹൊറിസോണ്ടലായിട്ടും വെർട്ടിക്കലായിട്ടും അതുപോലെ ഇൻക്ലൈൻഡ് ആയിട്ടും ഒരു കേർവ് ഷേപ്പിലുള്ള ബോഡിയൊക്കെ വെക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന സെൻറ്റർ ഓഫ് പ്രഷർ കാണാനും സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി കാണാനൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അപ്പോൾ മനസ്സിലാക്കിയൊരു കാര്യമായിരിക്കും, നമ്മുടെ തിയറി ക്ലാസ് കൃത്യമായിട്ട് പറഞ്ഞു പോയിട്ടുണ്ട്. സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എപ്പോഴും മേലെ ആയിരിക്കും ഉണ്ടായിരിക്കുക, അതിൻ്റെ താഴെ ആയിരിക്കും എന്ത് ചെയ്യുക, സെൻറ്റർ ഓഫ് പ്രഷർ വരാം. ഓക്കെ, അത് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ആ ഒരു പ്ലേറ്റിൻ്റെ അല്ലെങ്കിൽ ആ ഒരു ബോഡിയുടെ മൊത്തം വെയിറ്റ് ആക്ട് ചെയ്യുന്ന പോയിൻ്റാണ് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി. എന്നാൽ സെൻറ്റർ ഓഫ് പ്രഷർ എന്ന് പറഞ്ഞാൽ നമുക്കറിയുന്നതാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു ബോഡി ഇങ്ങനെ ചരിച്ചിട്ടാണ് നമ്മുടെ ഒരു ലിക്വിഡിനകത്ത് ഇമ്മേഴ്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും, ഏറ്റവും കൂടുതൽ പ്രഷർ ആക്ട് ചെയ്യുന്നുണ്ടായിരിക്കുക ഈ ഒരു എൻഡ് പോയിൻറ്റിലായിരിക്കും. ഓക്കെ, അതിൽ ഏറ്റവും കുറവ് പ്രഷർ ആക്ട് ചെയ്യുന്നുണ്ടായിരിക്കുക ഈ തുടക്കത്തിലുള്ള പോയിൻ്റായിരിക്കും. നമുക്കറിയുന്ന പോലെ ഈ ഒരു ഫ്രീ സർഫസിൽ നിന്നും താഴോട്ട് പോകുന്നതെന്തായിരിക്കും, നമുക്കറിയാം എച്ച് കൂടി വരികയാണ്, അല്ലെങ്കിൽ ഹെഡ് കൂടി വരികയാണ്. ഹെഡ് കൂടുന്നതോടെ നമുക്കറിയുന്നതാണ് P=ρgh എന്നാണ് നമ്മുടെ ഇക്വേഷൻ അല്ലേ. അപ്പോൾ അതിൽ ഹെഡ് അങ്ങനെ കൂടുമ്പോൾ എന്തായിരിക്കും, അതിന് കൂടെ പ്രഷറും കൂടുന്നതായിരിക്കും. അതാണ് നമ്മൾ പറഞ്ഞത്, താഴോട്ട് വരുന്നതോറും പ്രഷർ കൂടി വരും. അതിൻ്റെ അർത്ഥം ഈ ഒരു പ്ലേറ്റിൻ്റെ മേലെ തൊട്ട് താഴേക്ക് വരുന്ന പ്രഷർ ഇങ്ങനെ ഓരോ പോയിൻറ്റിലേക്ക് എന്തെങ്കിലും കൂടി അല്ലേ, ഏറ്റവും കൂടുതൽ നമ്മുടെ ഏറ്റവും അവസാനത്തെ പോയിൻറ്റിലാണ് ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു പ്രഷർ വേരിയേഷൻ വരുന്നുണ്ട് അല്ലേ, ഓരോ പോയിൻറ്റിലും വ്യത്യസ്ത പ്രഷറാണ് ഉണ്ടാക്കുക. അപ്പം ഈ ഒരു ലിക്വിഡ് കാരണം നമ്മുടെ ഈ ഒരു ഇൻക്ലൈൻഡ് ബോഡിയിൽ ആക്ട് ചെയ്യുന്ന ടോട്ടൽ പ്രഷർ ആക്ട് ചെയ്യുന്ന ഒരു പോയിൻ്റ് ഉണ്ടായിരിക്കും. ഓക്കെ, ടോട്ടൽ പ്രഷർ ആക്ട് ചെയ്യുന്ന ഒരു പോയിൻ്റ് ആയിരിക്കും. ആ പോയിൻ്റാണ് നമ്മൾ എന്ത് പറയുക, സെൻറ്റർ ഓഫ് പ്രഷർ എന്ന് പറയാം. ഓക്കെ, ആ പോയിൻ്റാണ് നമ്മൾ സെൻറ്റർ ഓഫ് പ്രഷർ എന്ന് പറയാം. അപ്പോൾ ആ സെൻറ്റർ ഓഫ് പ്രഷറിൻ്റെ മേലെ അതിനേക്കാളും എപ്പോഴും മേലെ ആയിരിക്കും നമ്മുടെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എന്ന് പറയുന്ന ആൾ. ഓക്കെ, സെൻറ്റർ ഓഫ് പ്രഷർ എപ്പോഴും താഴെ ആയിരിക്കും, സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ആയിരിക്കും മേലെ ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ അതിൻ്റെ ഒരു ഇക്വേഷൻ നമ്മൾ ഓൾറെഡി പഠിക്കുന്നുണ്ടല്ലേ. അതായത് IG/AH + H ബാർ, അതായത് H സ്റ്റാർ എന്ന് പറയുന്നത് എന്താണ്, ഡെപ്ത് ഓഫ് സെൻറ്റർ ഓഫ് പ്രഷറാണ്. ഓക്കെ, ഡെപ്ത് ഓഫ് ഷോർട്ടാക്കി എഴുതാം, ഡെപ്ത് ഓഫ് സെൻറ്റർ ഓഫ് പ്രഷറാണ് H സ്റ്റാർ എന്ന് പറയുന്നത്. അപ്പോൾ H സ്റ്റാറിൻ്റെ ഇക്വേഷനാണ് IG/AH ബാർ + H ബാർ. ഡെപ്ത് ഓഫ് സെൻറ്റർ ഓഫ് പ്രഷർ എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞ പോലെ, ഞാൻ ഇപ്പോൾ വരച്ച് കാണിച്ച പോലെ അതിലുള്ള ആ സെൻറ്റർ ഓഫ് പ്രഷർ, ടോട്ടൽ പ്രഷർ ആക്ട് ചെയ്യുന്ന പോയിൻ്റ് വരെ ഉള്ള ആ ലിക്വിഡിൻ്റെ ഫ്രീ സർഫസിൽ നിന്നും അത് ആ സെൻറ്റർ ഓഫ് പ്രഷർ വരെ വരുന്ന ആ ഡിസ്റ്റൻസിനാണ് നമ്മൾ H സ്റ്റാർ അല്ലെങ്കിൽ ഡെപ്ത് ഓഫ് സെൻറ്റർ ഓഫ് പ്രഷർ എന്ന് പറയാം. അതിൻ്റെ ഇക്വേഷനാണ് IG/AH ബാർ + H ബാർ. അതിൽ ഈ H ബാർ എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയാണ്. അപ്പോൾ നമുക്ക് ഇക്വേഷൻ വെച്ചും ഓർത്ത് വെക്കാൻ പറ്റും. അതായത് ആലോചിച്ച് നോക്കാം, IG/AH ബാറിൻ്റെ കൂടെ H ബാറും കൂടി കൂട്ടിയാലേ നമുക്ക് എന്ത് ചെയ്യുള്ളൂ, നമ്മുടെ H സ്റ്റാർ അല്ലെങ്കിൽ ഡെപ്ത് ഓഫ് സെൻറ്റർ ഓഫ് പ്രഷർ കിട്ടുള്ളൂ. അതായത് H ബാർ എന്ന് പറയുന്നത് എന്താണ്, അത് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയാണ്. ഓക്കെ, H ബാർ എന്ന് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയാണ്. അതായത് ഈ ഹെഡിൻ്റെ കൂടെ ഈ H ബാറും കൂടി കൂട്ടിയാലേ H സ്റ്റാർ അല്ലെങ്കിൽ ഡെപ്ത് ഓഫ് സെൻറ്റർ ഓഫ് പ്രഷർ കിട്ടുന്നുള്ളൂ. അതിനർത്ഥം ഡെപ്ത് ഓഫ് സെൻറ്റർ ഓഫ് പ്രഷർ എന്തായിരിക്കും, എപ്പോഴും H ബാറിനേക്കാളും കൂടുതലായിരിക്കും ഉണ്ടായിരിക്കും. അതായത് നമ്മുടെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എപ്പോഴും എന്ത് ചെയ്യും, മേലും താഴെയായിരിക്കും സെൻറ്റർ ഓഫ് പ്രഷർ വരിക. അപ്പോൾ ഇത് ഫ്രീ സർഫസ് ഓഫ് ലിക്വിഡ് ആണെങ്കിൽ ആ ഫ്രീ സർഫസിൽ നിന്നും നമ്മുടെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി വരെ വരുന്ന ഡിസ്റ്റൻസാണ് ആ ഇക്വേഷനിലെ H ബാർ. അതുപോലെ ആ ഫ്രീ സർഫസിൽ നിന്നും സെൻറ്റർ ഓഫ് പ്രഷർ വരെ വരുന്ന ഡിസ്റ്റൻസാണ് H സ്റ്റാർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ രീതിയിൽ ആലോചിച്ച് വെക്കാൻ പറ്റും, നമ്മുടെ ഇക്വേഷൻ കൂടി ഓർത്ത് വെക്കാം. ഓക്കെ, H സ്റ്റാർ എന്ന് പറയുന്നത് IG/AH ബാർ + H ബാർ ആണ്. ഓക്കെ,
അപ്പോൾ ആ ഒരു രീതിയിൽ ഓർത്ത് വെക്കുമ്പോൾ നമുക്ക് ഒന്നുകൂടി ഓർത്തെടുക്കാൻ നമുക്ക് എളുപ്പമായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മുടെ ഓപ്ഷൻ പ്രകാരം ഇതായിരിക്കും ആൻസർ വരാം. ക്വസ്റ്റ്യൻ നോക്കാം. ദ സെൻറ്റർ ഓഫ് പ്രഷർ ഓൺ ആൻ ഇമ്മേഴ്സീവ് സർഫസ് ഈസ് എന്താണ്? അറ്റ് ദ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ആണോ? അല്ലല്ലോ. സെൻറ്റർ ഓഫ് പ്രഷർ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയിലായിരിക്കില്ല. എബോവ് ദ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ആയിരിക്കില്ല. ബിലോ ദ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ആയിരിക്കും. ഡിപ്പെൻഡ്സ് ഓൺ വിസ്കോസിറ്റി ഓഫ് ഫ്ലൂയിഡ് അല്ല. അപ്പോൾ നമ്മുടെ ആൻസർ അത് വരിക ഓപ്ഷൻ സി ആണ്, ബിലോ ദ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി. ഓക്കെ, സെൻറ്റർ ഓഫ് പ്രഷർ ഓൺ ഇമ്മേഴ്സീവ് സർഫസ് ഈസ് ബിലോ ദ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരിക. ഓക്കെ, അപ്പോൾ നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പം അതിൽ കോൺസെപ്റ്റ് വൈസ് മനസ്സിലാക്കേണ്ട ക്വസ്റ്റ്യനാണ് ഈ 43, അതുപോലെ തന്നെ 42, അതുപോലെ നമ്മൾ മുന്നേ ഡിസ്കസ് ചെയ്തുള്ള 41st ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പം ഇതെല്ലാം ഇതിൻ്റെ കോൺസെപ്റ്റ് കറക്റ്റ് മനസ്സിലാക്കുക. അതുപോലത്തെ കോൺസെപ്റ്റ് വൈസ് ക്ലാസ്സുകൾ നമ്മൾ ഓൾറെഡി നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആണ്. നിങ്ങൾ ആപ്പിൽ ക്ലാസ്സുകളിൽ ജോയിൻ ചെയ്യാൻ ശ്രമിക്കാം. ഈ ഒരു ക്ലാസ്സുകൾ കണ്ട് ഫീഡ്ബാക്ക് അറിയിക്കാം. സംശയം കൊണ്ട് നിങ്ങൾ കമൻറ്റുകളായിട്ട് ചോദിക്കാം. ഓക്കെ, തൽക്കാലം നമ്മൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. നമ്മൾ പുതിയ ടോപ്പിക്കുമായിട്ട് അല്ലെങ്കിൽ പുതിയ ക്വസ്റ്റ്യൻസുമായിട്ട് നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ വരുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.